നമസ്കാരം. വീണ്ടും ടി വി എസിൻ്റെ ഫാക്ടറിയിൽ നിന്ന്, ഹൊസൂരെ ഫാക്ടറിയിൽ നിന്ന് ഒരു സ്കൂട്ടർ കൊണ്ട് വന്നേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തട്ടുമുട്ട് ശബ്ദങ്ങൾ കേൾക്കാം. ഈ സ്കൂട്ടർ അടക്കം പല സ്കൂട്ടറുകൾ ഉണ്ടാകുന്ന ഒരു ഫാക്ടറി ആണല്ലോ. അപ്പോൾ ശബ്ദമുണ്ടാവും, കോലാഹലം ഉണ്ടാവും, എന്നാലും മൈക്കിലേക്ക് അതൊന്നും വരില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വരുന്നത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ വരിക? ഇതിന് എന്ത് റേഞ്ച് ഉണ്ടാവും, എന്ത് വില ഉണ്ടാവും എന്നല്ലേ? അത് തന്നെയായിരുന്നു എനിക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ കേട്ടപ്പോൾ 158 കിലോമീറ്റർ റേഞ്ചിലുള്ള സ്കൂട്ടർ എന്ന് പറയുന്നത് 1 ലക്ഷം രൂപ താഴെ കിട്ടുന്നു, അല്ലെങ്കിൽ എക്സ്ഷോറൂം പ്രൈസെങ്കിലും കിട്ടുന്നു എന്ന് കേട്ടപ്പോൾ അതൊരു വലിയ ആകർഷണമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ആകർഷണം മനസ്സിൽ വെച്ചിട്ട് എനിക്ക് സ്കൂട്ടറിൻ്റെ ആവശ്യമുണ്ട്. കാരണം അതിനെ സ്കൂൾ ഉണ്ടാക്കാൻ വരാനൊക്കെ ആയിട്ട് ഞാനിപ്പോൾ ബൈക്ക് ഉപയോഗിക്കുന്നുണ്ട്. ബൈക്ക് ഉപയോഗിക്കുമ്പോൾ ബാഗ് തൂക്കണം, ലഞ്ച് ബോക്സ് തൂക്കണം, കുറേ ബുദ്ധിമുട്ടാണ്. ഒരു സ്കൂട്ടർ ആണെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ഇലക്ട്രിക് ആണെങ്കിൽ എപ്പോഴും ചാർജ് ചെയ്താൽ മതി, ചിലവും കുറവാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഒരു സ്കൂട്ടറിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി നോക്കിയിട്ട് എനിക്ക് തോന്നി 1 ലക്ഷം രൂപ താഴെയാണ് വിലയെങ്കിൽ ഇത് മേടിക്കാമല്ലോ എന്ന് തോന്നി. അങ്ങനെ 1 ലക്ഷം രൂപ താഴെയുള്ള വിലയുള്ള സ്കൂട്ടറിനെ നേരിട്ട് കണ്ടേക്കാണ്. ഇത് പക്ഷേ 1 ലക്ഷം രൂപ വില താഴെ എന്ന് പറയുന്നത് ബാംഗ്ലൂർ ആട്ടോ. ബാംഗ്ലൂരത്തെ വില പറയുന്നത്, കേരളത്തെ വില പറഞ്ഞില്ല. ഇവിടെ 4000 രൂപയോളം സംതിങ് സബ്സിഡി ഉണ്ട്. ആ സബ്സിഡി കൂടി കൂട്ടിയിട്ടാണ് വില. എന്തായാലും 1,10,000 രൂപയ്ക്കുള്ളിലൊക്കെ എക്സ്ഷോറൂം പ്രൈസ് വരുന്നൊരു വണ്ടിയാണ് ഈ ഓർബിറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് വില എന്ന് മാത്രമല്ല, റേഞ്ച് കൂടെയാണ്. ഐക്യൂബ് നമ്മൾ ഓടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഐക്യൂബിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വണ്ടിയിൽ കണ്ട പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു വണ്ടിയിലും കാണാം. ഇത് ഹബ് മോട്ടറുള്ള വണ്ടിയാണ്. അപ്പോൾ എന്തായാലും ഈ വണ്ടിയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് എന്തായാലും ഓർബിറ്ററിനെ വിശദമായി തന്നെ പരിചയപ്പെടാം. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ സ്കൂട്ടറിൻ്റെ രൂപം ഒരിത്തിരി റാഡിക്കലാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല. ഇതിൻ്റെ ഒരു ഫേസ് നോക്കിയേ. ഹാൻഡിൽ ബാറിൽ ഹെഡ്ലൈറ്റ്, നമ്മൾ എൻഡോർക്കിൽ പറഞ്ഞു ഹെഡ് ലാമ്പ് ഹാൻഡിൽ ബാറിലില്ല, വെയിറ്റ് കുറവാണെന്ന് പറഞ്ഞു. ഇവിടെ നേരെ തിരിച്ചാ. ഈ LED ഹെഡ് ലാമ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ മുകളിൽ തന്നെയാണ്. ഇത് വൈഡർ ഹാൻഡിൽ ബാറാണ്. ഈ ഹാൻഡ് ബാറിൻ്റെ അറ്റത്ത് മുട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് ഹാൻഡ് ബ്രേക്ക് ഉണ്ട്, ടി വി എസിന് വേണ്ടിയിട്ടുള്ള. ഇവിടെ ഒരു വൈസറുണ്ട്, എയറോഡൈനാമിക്സിന് വേണ്ടിയാണെന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അതൊക്കെ ശരിയായിരിക്കും. പിന്നെ ഇവിടെ ഒരു ഓർബിറ്ററിൻ്റേതായിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്ഥലത്ത് കാണാം, ഒരു മൊബൈൽ ഫോൺ പോലെ. ഇതാണ് നമ്പർ പ്ലേറ്റ്. താഴെ നിങ്ങൾക്ക് ആ ഒരു വലിയ DRL കം LED ലൈറ്റ് കാണാം, കാറുകളെ പോലെ. മുറിയാതെ പോകുന്ന ലൈറ്റാണ്. ഒരു ബ്ലാക്ക് സ്റ്റിക്കറാണ് ഇതിന് മുറിച്ചത്. ഇതാണ് ഇൻഡിക്കേറ്റർ. ഇതൊക്കെ DRL ആണ്. ഇപ്പോൾ ഇൻഡിക്കേറ്ററും DRL മാറി മാറി വർക്ക് ചെയ്യുന്ന ഒരു യൂണിറ്റ് എന്ന് പറയാം. താഴെ ടെലസ്കോപ്പിക് ഫോർക്കാണ്. ഇതിന് ഒരു മഡ് ഗാർഡ് ഉണ്ട് ഇരുവശത്തും. അതിൻ്റെ റിഫ്ലക്ടേഴ്സ് കാണാം, അല്ലെങ്കിൽ ഫ്ലാഷേഴ്സ് കാണാമെന്ന് പറയാം. ഇല്ല, മിന്നൊന്നുമില്ല, അത് സാധാരണ റിഫ്ലക്ടറാണ്. പിന്നെ ഇവിടെ വലിയ വീലാട്ടോ. ഈ 90-80-14 എന്ന് പറയുന്നത് മുന്നിൽ മാത്രമേ ഉള്ളൂ. പിന്നിൽ ഈ വീലുമല്ല, ഈ അലോയുമല്ല. കാരണം പിന്നിലാണ് ഇതിൻ്റെ ഹബ് മോട്ടർ ഇരിക്കുന്നത്. ഇവിടെ 4 സ്പോക്ക് എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ 8 സ്പോക്ക് ഉണ്ട്. ഇതെല്ലാം വെള്ളി തേക്കുന്നത്. അപ്പോൾ സ്പോക്കായിട്ട് നമുക്ക് കണക്കൂട്ടാം. ഒരു മിനി കൂപ്പർ കൈൻഡ് ഓഫ് ഒരു ഡിസൈൻ എന്നൊക്കെ തോന്നി. ഭംഗിയുള്ള അലോയ് വീൽ ഡിസൈനാണ്. പക്ഷേ ഈ വണ്ടിക്ക് ഡിസ്ക് ബ്രേക്കോ ABS ഇല്ല. പകരം ഇതിന് അവർ കൊടുത്തത് കോംബി ബ്രേക്ക് അല്ലെങ്കിൽ CBS സിസ്റ്റമാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ടോപ്പ് സ്പീഡ് 68 കിലോമീറ്ററാണ്. ഡ്രം ബ്രേക്ക് മതിയാവും എന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് നിങ്ങൾ പറയട്ടോ, എന്തായാലും എന്താവട്ടെ. പിന്നെ ഈ ഫോർക്ക് അത്യാവശ്യം വീതിയുണ്ട്. ചെറിയ ടയറായിട്ട് തോന്നി. അതായത് 90 ഉള്ളൂ, 90-80 ഈ ഒരു 14 സൈസിൻ്റെ വീലിൻ്റെ ആ ഒരു വിഡ്ത്തും ഹൈറ്റൊക്കെ. ഓക്കെ, ഇവിടെ ഈ ഭാഗത്ത് കൊടുത്ത ബ്ലാക്ക് ഇൻസെർട്ടും ഈ കളർ കോമ്പിനേഷനുകളും ഈ ഡിസൈൻ എലമെൻറ്റുകളും ഈ ഐക്യൂബിൽ നിന്ന് കടമെടുത്ത ഈ ഒരു മിററും ഈ ഹാൻഡിൽ ബാറും ഈ കളറുകളൊക്കെ കൂടിയിട്ട് ഒരിത്തിരി കൗതുകമുള്ള സ്കൂട്ടർ തന്നെയാണ് ഈ ഒരു വണ്ടി എന്ന് പറയുന്നത്, ഓർബിറ്റർ എന്ന് പറയുന്നത്. ഇതിനകത്തുമുണ്ട് ചെറിയ ചെറിയ ഈസ്റ്റർ എക്സ്, ഈ സ്റ്റിക്കറുകളൊക്കെ, ആ സ്ക്വയറുകളും ഈ മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ ഗെയിമിംഗ് കൺസോളിൻ്റെ രൂപമുള്ള പിക്ചറും ഈ ഗ്രേ ഇൻസെർട്ടും ഈ പിയാനോ ബ്ലാക്കും ഈ TVSൻ്റെ ക്രോം ലോഗവും എല്ലാം ഭംഗിയുണ്ട് എന്നുള്ളതാണ്. ഇനി വശങ്ങൾ എന്താ അവസ്ഥ? ഈ ഇരട്ട കളർ ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. കൂടാതെ ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗം കണ്ടപ്പോൾ ആദ്യത്തെ നോട്ടത്തിൽ ഫോട്ടോയിലൊക്കെ റിസ്ത ഓക്കെ, ആ ഒരു വണ്ടിയുടെ ഷേപ്പായിട്ട് തോന്നി. പക്ഷേ അങ്ങനെയൊന്നുമില്ല, അതിങ്ങനെയല്ല. പിന്നെ ഇവർ ഈ ഒരു ഗ്രാബ് ഹാൻഡ് രണ്ടാം ഫോട്ടോയിൽ കാണുന്നത് മുഴുവനായിട്ടാണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡാണ്. രണ്ടും ഭംഗിയുണ്ട്, പക്ഷേ മറ്റേതാണ് കുറച്ചുകൂടി പ്രാക്ടിക്കൽ. ഇവിടെ ചാർജിങ് പോർട്ട്, ഇവിടെ കീ, ഇവിടെ ആ ഒരു സ്റ്റോറേജ് സ്പേസ്, ഇവിടെ കുളത്ത്. പിന്നെ ഈ വലിയ ഫുഡ് ബോർഡ്. ഈ ഹാൻഡിലിൻ്റെ മുകളിൽ തന്നെ കൊടുത്തുതന്ന ഈ USB പോർട്ട് കാരണം മൊബൈൽ ഹോൾഡർ വെച്ചാൽ നമുക്ക് ഉപയോഗിക്കാൻ തോന്നി. അല്ലെങ്കിൽ ഈ ഹാൻഡിൽ തിരിയുമ്പോൾ USB പോർട്ട് തിരിയും, ഒരു ചെറിയ വയർ വെച്ചാൽ ഇവിടെ നമുക്ക് ആ ഒരു ഹോൾഡർ ഫിറ്റ് എളുപ്പമാണ്. ഇതിനുള്ളതാണ് വെക്കുന്നതെങ്കിൽ വലിയൊരു വയർ ഇടേണ്ടി വരും. ഓക്കെ, പിന്നെ സീറ്റ് തുറക്കുന്നത് എങ്ങനെയാണ്? സീറ്റ് തുറക്കാൻ നമുക്ക് ഇവിടെ തന്നെ തുറക്കാം, ബുദ്ധിമുട്ടൊന്നുമില്ല. ഈ സീറ്റ് തുറന്നാൽ ഇവർ 2 ഹെൽമെറ്റിനകത്ത് വെച്ചിട്ടുണ്ട്. ടിങ് ടിങ് ടിങ്. ഈ 2 ഹെൽമെറ്റ് വെച്ചാൽ ഒരു സ്പേസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. 2 ഫുൾ ഫേസ് അല്ല, 2 ഹാഫ് ഫേസ് ആണ്. ഓക്കെ, ഇതിന് 34 ലിറ്ററോളം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ സ്റ്റോറേജ് സ്പേസ് കൊള്ളാം, ഈ സീറ്റും കൊള്ളാം. ഈ സീറ്റിൻ്റെ മുകളിൽ ഡിസൈൻ എലമെൻറ്റുകളൊക്കെ അല്ലെങ്കിൽ ഡിസൈൻ കൊടുത്തിരുന്നത് നന്നായിട്ടുണ്ട്. ആ ഗെയിമിംഗ് കൺസോൾ അല്ലെങ്കിൽ ആ ഒരു ചെറിയ ചെറിയ ഡോട്ടുകളൊക്കെ നല്ലതാണ്, ഭംഗിയിട്ട് കാണാനായിട്ട്. ഇവിടെ അടച്ചു വെച്ചൊരു ഫുഡ് പാക്ക് ഉണ്ട്. ഈ ഫുഡ് പാക്കിൻ്റെ ഒരു ഭംഗി നമുക്ക് എടുത്ത് കാണിക്കും. പിന്നെ നിങ്ങൾ നോക്കിയാൽ പിന്നിലും ഡുവൽ ഷോക്കാണ്, 2 ഷോക്ക് അബ്സോർബറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റൈഡിന് ഒരു ഒത്തിരി രസമുണ്ട്. ഞാൻ പറയാം, 12 ഇഞ്ച് വീലിനകത്തെ BLDCയുടെ ആ ഒരു ഹബ് മോട്ടർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2.5 kWh പവറാണ്.
അപ്പോൾ ഈ ബാറ്ററി ബേ എന്ന് എഴുതിയിട്ടുള്ള ഈ ഭാഗത്തുള്ള ബാറ്ററിയോ അത് 3.1 kWh. മറ്റേത് കിലോവാട്ട് 1 kWh. പവർ നമ്മൾ കിലോവാട്ടിൽ പറയും, ബാറ്ററിയുടെ കപ്പാസിറ്റി KWh പറയും. ഓക്കെ, ഈ KWh 3.1 ആണെങ്കിൽ 4.10 മിനിറ്റോളമാണ് ഇത് ഫുൾ ചാർജ് ആയിട്ട് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഏറെക്കുറെ 158 കിലോമീറ്റർ റേഞ്ചും ഉണ്ട്. ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 60 കിലോമീറ്റർ ഓഫ് സ്പീഡ്. എനിക്ക് ഈക്കോ സിറ്റി മോഡിൽ ഈക്കോയിൽ 48 കിട്ടിയത്, സിറ്റിയിൽ 68. ഓക്കെ, 68 48 വലിയ സമയമൊന്നുമില്ല. ഇനി മിറർ മാറാനെന്ന് തോന്നി. ഇവിടെ റിവേഴ്സ്, അതായത് പാർക്ക് അസിസ്റ്റ് ഉണ്ട്, നല്ലതാണ്. പിന്നെ ഈ വണ്ടിക്ക് ഹിൽ ഡിസൈൻ കൺട്രോൾ ഉണ്ട്. ഹിൽ ഡിസൈൻ കൺട്രോൾ അല്ല, ഹിൽ ഹോൾ അസിസ്റ്റ്, രണ്ടാണ്. ഓക്കെ, ഹിൽ ഹോൾ അസിസ്റ്റ് എന്ന് പറയുമ്പോൾ വണ്ടി കയറ്റത്തിൽ പിന്നാക്കം പോകില്ല, അത്രേ ഉള്ളൂ. ഒരു 5 സെക്കൻഡ് നമ്മൾ ബ്രേക്ക് ചെയ്ത് പിടിച്ചാൽ വണ്ടി അവിടെ നിൽക്കും. പിന്നെ നമ്മൾ ആക്സിഡൻറ്റ് കൊടുത്ത് മുന്നോട്ട് പോകാം, അത് പിന്നോട്ട് പോവില്ല, നല്ല കാര്യമാണ്. അത് ഞാൻ കുറേ നേരം ട്രൈ ചെയ്ത് നോക്കി, അത് പിന്നോട്ട് പോകുന്നില്ല, നല്ല കാര്യമാണ്. പിന്നെ ഇവിടെ അതിന് ക്രൂസ് കൺട്രോൾ കാണാം, കാറിൻ്റെ പോലെ. ആദ്യം പ്രസ് ചെയ്താൽ ഒരു ലോങ് പ്രസ്, അതിൽ ക്രൂസ് കൺട്രോൾ ആക്ടിവേറ്റ് ആവും. പിന്നെ നമ്മൾ ഒന്നുകൂടി പ്രസ് ചെയ്താലാണ് ആ സ്പീഡിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുക. കാറിൻ്റെ പോലെ തന്നെ സെയിം ആണ്. ബ്രേക്ക് പിടിച്ച് അപ്പം നിൽക്കും, തൊട്ട് കൊടുത്ത് അപ്പം നിൽക്കും, സേഫാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അത് നന്നായി വർക്ക് ചെയ്തിട്ട് വണ്ടി ഓടിക്കുന്നത് കൊണ്ട് പറയാം. പിന്നെ ഇവിടെ കൊടുത്ത ഹോണ്ട ഒരു കാര്യം, ഹോണ്ട സൗണ്ട് കേൾപ്പിക്കാം. കീന്ന് ഹോണല്ലേ, ചെറിയ ഹോണാണ്. പിന്നെ ഇവിടെ മോഡ് ബട്ടൺ ഉണ്ട്. സിറ്റി ആ ഒരു ഇക്കോ മോഡിലേക്ക് ഇവിടെ നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കാണാം, അല്ലെങ്കിൽ വണ്ടിയുടെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ബട്ടൺ കാണാം. ക്ലസ്റ്ററിനകത്ത് കൊടുത്തിരുന്ന ബാറ്ററിയുടെ സിമ്പലിൽ, ആ ബാറ്ററിയുടെ സിമ്പലിനൊരു നമ്മുടെ സാധാ ബാറ്ററിയുടെ ഒരു രൂപമുണ്ട്, നന്നായി തോന്നി. പിന്നെ അതിനകത്ത് കണക്റ്റഡ് ഫീച്ചേഴ്സ് ഉണ്ട്. ടി വി എസിൻ്റെ എല്ലാ വണ്ടിയും കാണുന്ന പോലെ ജിയോ ഫൈൻഡിങ്ങും അല്ലെങ്കിൽ ജിയോ ലൊക്കേഷൻ ഫൈൻഡിങ്ങും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. 10/10 നാവിഗേഷൻ ഉണ്ട്, നല്ല കാര്യമാണ്. ഇതിൻ്റെ റേഞ്ചും അല്ലെങ്കിൽ സ്പീഡും അല്ലെങ്കിൽ ഈ ഒരു ക്രൂസ് കൺട്രോൾ പെർമനൻ്റായിട്ട് ഓഫ് ചെയ്യാനുള്ള സെറ്റിങ്സും എല്ലാം ക്ലസ്റ്ററിലാണ്. 2 ബട്ടൺസ് ക്ലസ്റ്റർ കൊടുക്കുന്നത് നമ്മുടെ മറ്റ് വണ്ടികൾ കാണുന്ന പോലെ, ടി വി എസിൻ്റെ വണ്ടി കാണുന്ന പോലെ സ്വിച്ച് കയറി ഇവിടെയല്ല. ഓക്കെ, അതുകൊണ്ടൊരു കാര്യമായിട്ട് പറയാം. ഈ പിന്നിലെ രൂപവും റാഡിക്കലാണ്. 2 സ്റ്റിക്കറുകളാണ് ഈ ലൈറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരുന്നത്. അതായത് ഇവിടെ ഇൻഡിക്കേറ്ററും ഇവിടെ ഒരു ബ്രേക്ക് ലൈറ്റൊക്കെ വെച്ചിട്ട്, കാരണം എല്ലാം ഒറ്റ യൂണിറ്റ് ആണെന്നുള്ളതാണ്. താഴെ നമ്പർ പ്ലേറ്റിൻ്റെ ഒരു ഹഗ്ഗറിലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗം കണ്ടോ, ഇവിടെ ഈ ഒരു കവറും അല്ലെങ്കിൽ ഈ ഒരു ഹബ് മോട്ടറിൻ്റെ കാര്യവും ഈ ഹഗ്ഗറിൻ്റെ ഒരു സോളിഡ് ഫീലും ഒക്കെ കാണാം. അങ്ങനെ പറയുമ്പോൾ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു സ്കൂട്ടറായിട്ടാണ് എനിക്ക് ഈ ഒരു വണ്ടിയെ തോന്നിയത്. അതൊരു നല്ല കാര്യമാണ്. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ ഈ വണ്ടി ഓടിച്ചത് ടി വി എസിൻ്റെ ടെസ്റ്റ് ട്രാക്കിലാണ്. ഈ ടി വി എസിൻ്റെ ടെസ്റ്റ് ട്രാക്കിൽ നമ്മൾ ഓടിക്കുന്ന ആദ്യ വണ്ടിയല്ല ഓർബിറ്റർ. കുറേ വണ്ടി നമ്മൾ ഓടിച്ചിട്ടുണ്ട്. ഈ ഓടിച്ച വണ്ടികളിലേ എനിക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ പലതുമുണ്ട്. ഓക്കെ, ആ ഒരു കൂട്ടത്തിൽ പെടുത്താവുന്ന ഒരു വണ്ടിയായിട്ട് ഓർബിറ്ററിനെ തോന്നി. ഓർബിറ്ററല്ല, ഓർബിറ്റർ. ഓക്കെ, ഈ ഓർബിറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഭയങ്കര രസമാണ് ഓടിക്കാനായിട്ട്. നിമ്പിളാണ് വണ്ടി, അതായത് അജയിലാണ്. ഒരുപാട് ഓവർ സ്പീഡ് ഒന്നും പേടിക്കണ്ട. കാരണം 68 കിലോമീറ്റർ ഉള്ളൂ. 48 കിലോമീറ്ററിൽ നമുക്ക് ഈക്കോ മോഡിലും 68 സിറ്റി മോഡിലും നമുക്ക് ഓടിക്കാൻ പറ്റും. ഇതിൻ്റെ റേഞ്ച് വലിയതായിട്ട് ഇറങ്ങില്ല. ഞാൻ കുറച്ചധികം ദൂരം ഓടിച്ചായിരുന്നു. ഇതിൻ്റെ ക്രൂസ് കൺട്രോൾ വർക്ക് ചെയ്യുന്നത് ഈസി ആയിട്ടാണ്. ഇതിൻ്റെ ഹിൽ ഹോൾഡ് വർക്ക് ചെയ്യുന്നത് ഈസി ആയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു പൊതുവെ തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് കിടന്ന് ഇങ്ങനെ ചാടുന്നൊരു ഫീൽ തോന്നി. അത് എയർ കൂടിയിട്ടാണോ സസ്പെൻഷൻ സ്റ്റിഫാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ സംശയം എന്ന് പറയുന്നത്. ബാക്കിൽ അൺസ്പ്രങ് മാസ് കൂടുതലാണ്, കാരണം ഇതിൻ്റെ വലിയ വീലും ആ ഹബ് മോട്ടറും. അപ്പോൾ അതുകൊണ്ട് കൂടി ആവാൻ ചിലപ്പോൾ അത് സംഭവിക്കുന്നത്. ഇതിൻ്റെ ഷാസി അല്ലെങ്കിൽ ചേസിസ് എന്ന് പറയുന്നത് കസ്റ്റം ബിൽറ്റാണ്. ഈ വണ്ടിക്ക് വേണ്ടി ട്യൂബുലർ ഫ്രെയിമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഒരു പവർ ടോർക്ക് ഫീലുകൾ ഞാൻ പറഞ്ഞു. ഏറെക്കുറെ 2.5 കിലോവാട്ടാണ് ഇതിൻ്റെ പവർ. 3.1 കിലോമീറ്റർ ബാറ്ററി ഉണ്ട്. അപ്പോൾ 158 കിലോമീറ്റർ റേഞ്ചുണ്ട്. അപ്പോൾ ഈ റേഞ്ച് കിട്ടുമെന്നൊക്കെ തോന്നുന്നത്. കാരണം 99% ബാറ്ററി ഇപ്പോഴും നിൽക്കുന്നുണ്ട് നമ്മൾ ഇത്ര ഓടിച്ചിട്ടും. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ റിവേഴ്സൊക്കെ ധാരാളം എല്ലാ സ്കൂട്ടറിനുള്ളതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ ഡ്രൈവബിലിറ്റിയാണ് അല്ലെങ്കിൽ റൈഡബിലിറ്റിയാണ്. ഈസി ആയിട്ട് നമുക്ക് ട്രാക്കിലൂടെ ഓടിച്ചു നടക്കാം. ട്രാക്ക് എന്ന് പറയുമ്പോൾ വെറുതെ ഒരു സ്പീഡ് ട്രാക്ക് മാത്രമല്ല, കുറച്ച് ഒബ്സ്റ്റിക്കിൾസ് വെച്ചിട്ട് കുറച്ച് ഒരു ഇത്തിരി ഉള്ളിൽ കൂടെ ഓടിക്കാനൊക്കെ നോക്കി, അല്ലെങ്കിൽ കുറച്ച് ആളുകളൊക്കെ വെച്ച് സിഗ്നലൊക്കെ വെച്ച് കാറുകൾ നിർത്തി. ഓക്കെ, മാനുവറബിലിറ്റി എന്ന് പറയുന്നത് ഈസി ആയിട്ട് തോന്നി. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ കോർണറിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ചെറിയ സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ഒരു കാര്യത്തിൽ ഓടിച്ചു പോകാം. എനിക്ക് തോന്നുന്നു ഈസി ടു യൂസ് ആയിട്ടുള്ള സ്കൂട്ടറാണ് ഓർബിറ്റർ. അതൊരു ഗുണം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നേ നമ്മൾ നാനോ കാറിലൊക്കെ ഇരിക്കുന്ന പോലെ. അപ്പോൾ ഞാൻ ഇരിക്കുന്നത് കാണിക്കാം. വീഴില്ല, സ്റ്റേറ്റ് സ്റ്റാൻഡല്ലോ. ഓക്കെ, കണ്ടോ കാലിൽ നിൽക്കുന്ന നോക്കി. ഈ വെർട്ടിക്കൽ സ്പേസും ഈ ഹാൻഡിലെ പോസ്റ്റും വെച്ചിട്ട് നമുക്ക് സുഖമായിട്ടിരുന്ന് ഓടിക്കാൻ പറ്റുന്നുണ്ട്. സ്വിച്ച് ഗിയറിനൊക്കെ ടി വി എസിൻ്റെ കൈൻഡ് ഓഫ് ക്വാളിറ്റിയാണ്. മിറർ എന്ന് പറയുന്നത് ഐക്യൂവിലെ മിററാണ്. പെയിൻറ്റ് ക്വാളിറ്റി ഇത്തിരി ഫേഡായിട്ട് തോന്നി. ഈ സ്ക്രീൻ കൊള്ളാം, സൗണ്ടോ ലഹളൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ഒരു ഗ്യാസ് കുറ്റി കുത്തിയിറക്കി ഇറക്കാൻ പറ്റും, പക്ഷേ ഇറക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇവിടെ ബാറ്ററി എഴുതിയിട്ടുണ്ട്. താഴെ കൊടുത്ത മാറ്റിനുണ്ട് ഓർബിറ്ററിൻ്റെ സിമ്പിൾ. ഈ മീറ്റർ ക്ലസ്റ്റർ ഉണ്ട് ഓർബിറ്റർ സിമ്പിൾ. മുകളിൽ കൊടുത്ത ടെയിൽ ലൈറ്റ്സും ക്രൂസ് കൺട്രോൾ ലൈറ്റ്സും ഒക്കെ കാണാം. ഇവിടെ റിട്രാക്ട് സൈഡ് സ്റ്റാൻഡ് ഓപ്ഷൻ ഉണ്ട്. ഞാൻ മോഡ് മാറ്റുമ്പോഴേ മോഡിലൂടെ ഇങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യും ഓണാക്കാനൊക്കെ പറ്റുന്ന കുറേ കാര്യങ്ങൾ കണ്ടു. പിന്നെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് മൊബൈൽ ബേസ്ഡാണ്, അറിയാലോ. ഇവിടെ ബാറ്ററിക്ക് കൊടുത്ത ബാറ്ററിയുടെ ആ ഒരു തുമ്പത്തുണ്ടാകുന്ന പോസിറ്റീവും ഫ്ലാറ്റ് ആയിട്ടുള്ള നെഗറ്റീവും നല്ല ഭംഗിയിട്ട് കാണാനായിട്ട്. അതൊക്കെ ചെറിയ അറ്റൻഷൻ ടു ഡീറ്റെയിലാണ്. ഇതാണ് കീ എന്ന് പറയുന്നത്. വലിയ കുഴപ്പമില്ലാത്തൊരു കീ ആണ്, നല്ല ഭംഗിയിട്ട് കാണാനായിട്ട്. നൈസ് ടി വി എസിൻ്റെ കീ തന്നെ. കുതിരയുള്ള കീ ആണ്, കുതിര വണ്ടിയാണ്, കുതിരശക്തി എന്ന് പറയാം. അപ്പോൾ കുതിര വണ്ടിയാണ്. ഓക്കെ, ഈ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടണും അല്ലെങ്കിൽ ഈ പാർക്ക് അസിസ്റ്റിൻ്റെ ബട്ടണും ഇവർ ഒരു ഹോളിട്ട് ഫിറ്റ് ചെയ്ത പോലെ ഒരു ആഫ്റ്റർ തോട്ട് പോലേക്ക് തോന്നി. അതൊരു ഡിസൈൻ ചാലഞ്ചിങ് ആയിരിക്കും. കാരണം ഈ പാർട്സ് എവിടുന്നും ഷെയർ ചെയ്തിട്ട് വെച്ചതായിരിക്കാനാണ് വഴി. ഈ ഗ്രിപ്പൊക്കെ തന്നെ നമ്മൾ പല വണ്ടിയിലും കണ്ടിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഒരു നല്ല ഫീച്ചറാണ്, നല്ല കാര്യമാണ്. പിന്നെ
ഡിസ്ക് ബ്രേക്ക് അല്ല ഡ്രം ബ്രേക്ക് ആണെന്ന് പറഞ്ഞാലും എനിക്ക് ആ ഒരു സ്പീഡിൽ ഓടിച്ച് പിടിച്ചപ്പോൾ വണ്ടി പിടിച്ചെടുത്ത് നിന്നുള്ള ഫീൽ ഉണ്ടായി. അതല്ലാത്ത വലിയ പ്രശ്നം ഉണ്ടായില്ല. പിന്നെ സീറ്റ് ഹൈറ്റ് നല്ലതാണ്, ഞാൻ ഇരിക്കുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ടാണ്. ഇപ്പം ഞാനിരുന്നാലും എനിക്ക് കൊച്ചിനെയും വെച്ച് എൻ്റെ വൈഫിന് ഇരിക്കാൻ പറ്റുമായിരിക്കും. ഗ്രാബ് ഹാൻഡിലൊന്ന് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ ഒന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ പോകുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, ഗ്രാബ് ഹാൻഡിൽ കിട്ടും. ഇതിൻ്റെ ഗ്രാബ് ഹാൻഡിൽ കണ്ടു. ഇവരുടെ കൺസെപ്റ്റ് പിക്ചറിൽ ഡിസ്ക് ബ്രേക്കാണ് കാണുന്നത്, ഇവിടെ ഡ്രമ്മാണ്. അപ്പോൾ ഡിസ്ക് ബ്രേക്ക് ഓപ്ഷനായിട്ടൊരു വേരിയൻറ്റ് വരുമെന്ന് കരുതാം. ഈ 68 കിലോമീറ്റർ സ്പീഡ് എന്ന് പറയുന്നത് കുറവാണോ? എനിക്കത് തോന്നുന്നില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങൾ പറയൂ. കാരണം സ്കൂട്ടർ എന്ന് പറയുമ്പോൾ വളരെ നമ്മുടെ സിറ്റി യൂസിനും അല്ലെങ്കിൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് കയറി പോകാനും പെട്ടെന്ന് പോകാനും പറ്റിയ ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഇലക്ട്രിക്കിന് 68 ഒപ്റ്റിമം സ്പീഡാണെന്നുള്ളതാണ്. ഇരിക്കാൻ നല്ല സുഖമാണെന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഓടിക്കാൻ നല്ല രസമാണ് രണ്ടാമത്തെ കാര്യം. മുന്നിലെ 14 ഇഞ്ചും ബാക്കിൽ 12 ഇഞ്ചും വീലും കൂടിയിട്ട് റൈഡ് ക്വാളിറ്റി നല്ലതാണെന്ന് മൂന്നാമത്തെ കാര്യം. പിന്നെ ഇതിൻ്റെ അജിലിറ്റി എന്ന് പറയുന്നത് നല്ലതാണെന്ന് തോന്നി. ഇപ്പോൾ ഒരു സ്കൂട്ടർ വാങ്ങണം തോന്നുകയാണ്, ഓക്കെ, ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ സമയം തോന്നുകയാണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെക്ക് ചെയ്ത് നോക്കേണ്ട വണ്ടികളിൽ ഒന്ന് ഓർബിറ്റാണെന്ന് പറയാം. അപ്പോൾ അതാണ് ഈ വീഡിയോ രത്നം ചുരുക്കം. ഒരു നല്ല സ്കൂട്ടർ നോക്കുന്നുണ്ടെങ്കിൽ, ഇലക്ട്രിക് സ്കൂട്ടറാണ് ലക്ഷ്യമെങ്കിൽ, വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷൻ വേണമെങ്കിൽ, ഒരു മുഖ്യധാര കമ്പനിയിൽ നിന്ന് വന്ന ഒരു വണ്ടി എന്ന നിലയ്ക്ക് ഐക്യൂവിന് അതിൻ്റെതായിട്ടുള്ള റിലവൻസ് ഉണ്ട്. ഐക്യൂവിൻ്റെ അതേ റിലവൻസ് നമുക്ക് ഈ ഓർബിറ്ററിലും കാണാം. ഇപ്പോൾ ഐക്യൂബ് 6 ലക്ഷം പ്ലസ് വണ്ടി വരുന്നത് വെറുതെ അല്ലല്ലോ. അതുപോലെ തന്നെ ഓർബിറ്ററിനും ഒരു നല്ല റിസപ്ഷനാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഇവിടെ വന്ന പോലെ 1 ലക്ഷം രൂപ താഴെ കേരളത്തിൽ വന്നിരുന്നെങ്കിൽ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഓർബിറ്ററിനെ കുറിച്ച് പറഞ്ഞോളൂ. ഇതാണ് ഈ വീഡിയോയുടെ രത്നം ചുരുക്കം. അടുത്ത വീഡിയോ വീണ്ടും വരാം. അതിലേക്ക് നന്ദി, നമസ്കാരം.